എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എസൻസ് ഗ്ലോബൽ ആലപ്പുഴ ടീമിന് ആദ്യമായി നന്ദി പറയുന്നു. ഇവിടെ ആദ്യമായിട്ടാണ് ഒരു പ്രസന്റേഷൻ ഇവിടെ വരുന്നത്. ഇന്നത്തെ വിഷയം ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് സ്റ്റാർലിങ്കും ചില കൂട്ടക്കരച്ചിലുകൾ. ഇതാണ് വിഷയം. അപ്പൊ എന്താണ് സ്റ്റാർലിങ്ക്, എന്തുകൊണ്ട് കൂട്ടക്കരച്ചിലുകൾ? ഇത് രണ്ടും നമുക്ക് ഇന്ന് കുറഞ്ഞ സമയം കൊണ്ടൊന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. യുദ്ധം മാത്രമല്ല, പല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ വരാൻ പോകുന്ന പെരുമഴ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ, ഈ സാധ്യതകളെല്ലാം കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ അനുസരിച്ച് വളരെ പ്രെഡിക്റ്റബിളാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു സുനാമി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു കൊടുങ്കാട്ടിൽ നിങ്ങൾ പെട്ടുപോയാലുള്ളൊരവസ്ഥ, എങ്ങനെയാണ് പുറം ലോകവുമായി ബന്ധപ്പെടുക? ഇപ്പം നമുക്ക് മനസ്സിൽ വരുന്ന പെട്ടെന്ന് വരുന്ന ഒരു സൊല്യൂഷൻ മൊബൈൽ ഫോൺ എടുക്കുക, വിളിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. പക്ഷേ മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ലെങ്കിലുള്ള ഒരവസ്ഥ എന്തായിരിക്കും? അങ്ങനൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ പറയുന്ന പല നാച്ചുറൽ കലാമിറ്റീസ് വരികയോ യുദ്ധത്തിൽ അകപ്പെട്ട് നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോവുകയോ ചെയ്തു കഴിഞ്ഞാൽ പുറം ലോകവുമായി ഞാൻ ഇവിടെയുണ്ട്, എന്നെ രക്ഷപ്പെടുത്തൂ എന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സിഗ്നൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നു. അവിടെയാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പോൾ ഓൾറെഡി സാറ്റലൈറ്റ് എന്താണെന്നും സാറ്റലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുള്ള ചില എക്സാമ്പിളുകളും ഒരുപക്ഷെ നമ്മൾക്ക് അറിയുമായിരിക്കും. ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഡിഷ് TV. നമ്മുടെ വീടുകളിലൊക്കെ ഒരു കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിഷ് TV ഒരു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. അപ്പോൾ അതൊരു 2-way കമ്മ്യൂണിക്കേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അല്ല എന്ന് പറയേണ്ടി വരും. എന്നാൽ തീർച്ചയായിട്ടും സാറ്റലൈറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഡിഷ് TV. അത് ഏകദേശം ഒരു 35,000 കിലോമീറ്റർ ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളിൽ നിന്ന് സിഗ്നലുകൾ അല്ലെങ്കിൽ കൃത്യമായ ഫ്രീക്വൻസിയിൽ നമ്മൾ ചാനലുകൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ഓരോ സിനിമയാണെങ്കിലും ബ്രോഡ്കാസ്റ്റിംഗ് ചാനലുകളായിട്ടുള്ള കളികളാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എല്ലാം നമ്മൾ ആ സാറ്റലൈറ്റിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ റിമോട്ടിൽ ഒരു സ്വിച്ച് അമർത്തി ചാനൽ മാറ്റുമ്പോൾ വീണ്ടും സിഗ്നൽ അങ്ങോട്ട് പോകുന്നു, മറ്റൊരു ഫ്രീക്വൻസിയിലോട്ട് സ്വിച്ച് ചെയ്യുന്നു, വേറൊരു ചാനൽ നമ്മൾ കാണുന്നു. അപ്പോൾ സാറ്റലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ ഇടപെടാറുണ്ട് തീർച്ചയായിട്ടും. ഇവിടെ നമ്മൾ പറയുന്നത് അതല്ല. ഇവിടെ നമ്മൾ പറയുന്നത് ഇന്ന് നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് ഇപ്പോൾ ടവറുകൾ ഉപയോഗിച്ചാണ് നമുക്ക് കിട്ടുന്നത്, സാറ്റലൈറ്റ് വഴിയല്ല എന്ന് മനസ്സിലാക്കുക. എങ്കിലത് സാറ്റലൈറ്റ് വഴി ആയാൽ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ മുമ്പിൽ വയ്ക്കുന്നത്. അപ്പോൾ എന്തെല്ലാം ഗുണങ്ങളുണ്ടാവും, എന്തെല്ലാം നഷ്ടങ്ങളുണ്ടാവും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് SpaceX. SpaceX എന്ന് പറയുന്നത് എലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിൽ വരുന്ന കമ്പനിയാണ്, ഒരു US കമ്പനിയാണ്. ഈ SpaceXൻ്റെ കീഴിലാണ് സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഒരു കൂട്ടം സാറ്റലൈറ്റുകളുടെ അഥവാ കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം വരുന്നത്. എന്താണ് അപ്പോൾ സ്റ്റാർലിങ്ക്? സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭൂമിക്ക് ഏകദേശം ഒരു 500 കിലോമീറ്റർ ഉയരത്തിൽ, അതിനാണ് ലോ എർത്ത് ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. ഏകദേശം ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഒരു 350 മുതൽ 550 കിലോമീറ്റർ ഉയരത്തിൽ ഒരുപാട് സാറ്റലൈറ്റുകൾ ഇങ്ങനെ വിന്യസിക്കുക. എന്നിട്ട് അതുമായി നമ്മൾക്ക് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ കിട്ടുന്ന രീതിയിൽ കണക്ഷൻ കൊടുക്കുക. ഇതാണ് ബേസിക്കലി സ്റ്റാർലിങ്കിൻ്റെ ഒരു രീതി. ഓരോ സാറ്റലൈറ്റും ഏകദേശം 260 കിലോഗ്രാമാണ് ഭാരം വരുന്നത്. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 7,000 സാറ്റലൈറ്റുകൾ ഈ പറയുന്ന ഓർബിറ്റിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ USA SpaceX എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിൽ വരുന്ന ഫാൽക്കൺ 9 റോക്കറ്റുകളിലാണ് ഈ പറയുന്ന സാറ്റലൈറ്റുകളിലൊക്കെ അവിടെ എത്തിക്കുന്നത്. ഒറ്റ വിക്ഷേപണത്തിൽ 60 സാറ്റലൈറ്റ് വരെ അവർക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇവരുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്കകം തന്നെ ഒരു 40,000 സാറ്റലൈറ്റുകൾ ആ ലോ എർത്ത് ഓർബിറ്റിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അങ്ങനെ ഭൂമിയിൽ ഏത് മുക്കിലും മൂലയിലാണെങ്കിലും ഇൻ്റർനെറ്റ് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് കൊടുങ്കാടിലാണെങ്കിലും, നോർത്ത് ഈസ്റ്റിലെ വനാന്തരങ്ങളിലാണെങ്കിലും, ഹിമാലയയിലാണെങ്കിലും, അല്ലെങ്കിൽ സഹാറ മരുഭൂമിയിലാണെങ്കിലും നിങ്ങൾക്ക് അതിവേഗ ഇൻ്റർനെറ്റ് കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയിൽ ഈ പറയുന്ന ഇത് ഒരുപാട് രാജ്യങ്ങൾ ഓൾറെഡി ഉണ്ട് സ്റ്റാർലിങ്ക് മനസ്സിലാക്കുക. ഇന്ത്യയിൽ ഇതുവരെ നമുക്ക് ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു, 1-2 കമ്പനികൾ അതുമായി ടൈപ്പായി കഴിഞ്ഞു. പക്ഷേ ഇതുവരെ സ്റ്റാർലിങ്ക് വന്നിട്ടില്ല. ഒരു ഡെമോ പർപ്പസിന് വേണ്ടി കുറച്ച് പേർ യൂസ് ചെയ്ത് നോക്കുന്നുണ്ട് എന്നല്ലാതെ കമേഴ്ഷ്യലായിട്ട് സ്റ്റാർലിങ്ക് ആരും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായിരിക്കാം കാരണങ്ങൾ? എന്താണ് ഇവിടുത്തെ എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത് പലരും? ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ കമ്പ്യൂട്ടറുകൾ വന്നപ്പോൾ ഒരുപാട് പേര് എതിർത്തിരുന്നു, ഒരുപാട് സമരങ്ങൾ നടന്നിരുന്നു. ഇന്ന് മൊബൈൽ ഫോൺ ടവറുകൾ വരുമ്പോൾ പല സ്ഥലത്തും സമരങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റാർലിങ്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും പുതിയതൊരെണ്ണം വന്നതല്ലേ, ഒരു സമരം ചെയ്ത് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നതല്ല, അതിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അത് നമ്മൾ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഇവിടെ ഫൈബർ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് നമ്മൾ മോഡമൊക്കെ നമ്മൾ യൂസ് ചെയ്ത് ഇൻ്റർനെറ്റ് നമുക്ക് കിട്ടുന്നത് നമുക്കറിയാം. അതിൻ്റെ ഏകദേശം സ്പീഡ് വരുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മാച്ചബിൾ ആയിട്ടുള്ള, കമ്പയറബിൾ ആയിട്ടുള്ള സ്പീഡൊക്കെ നമുക്ക് ഈ പറയുന്ന സ്റ്റാർലിങ്കിൽ നിന്ന് നമുക്ക് കിട്ടും. പക്ഷേ ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 20 മുതൽ 40 മില്ലി സെക്കൻഡാണ്. അത് വളരെ കുറവ് തന്നെയാണ്. ഇറ്റ്സ് വെരി ഗുഡ്. നല്ല സ്പീഡിൽ തന്നെ നമുക്ക് കിട്ടുന്നു. ഇതിൻ്റെ വേഗത, ഓരോ സാറ്റലൈറ്റും ഭൂമിയെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് 27,000 km/h വേഗതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഡിഷ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിലൂടെ സ്റ്റാർലിങ്ങിൻ്റെ ഒരു സാറ്റലൈറ്റ് കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അയ്യോ റേഞ്ച് പോയല്ലോ. അല്ല, അതിൻ്റെ പുറകെ അടുത്ത സാറ്റലൈറ്റ് വരും. അതും മിസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ഒരു ട്രെയിൻ പോലെയാണ് സാറ്റലൈറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇൻ്റർനെറ്റ് കട്ടാവുന്ന ഒരവസ്ഥ ആ ഒരു കാര്യത്തിലില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭൂമിയെ പൊതിയാണ് നമ്മൾ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച്. 40,000 സാറ്റലൈറ്റുകൾ ഭാവിയിൽ വരുമ്പോൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, സ്റ്റാർലിങ്കിൻ്റെ അഥവാ സ്പേസ് എക്സിൻ്റെ മാത്രമാണ്. പുറകെ നിരവധി കമ്പനികൾ വേറെ വരുന്നു. ചുരുക്കത്തിൽ ആ ഒരു ഹൈറ്റിൽ, ആ ഒരു ഓൾട്ടിറ്റ്യൂഡിൽ സാറ്റലൈറ്റുകൾ കൊണ്ട് നിറയും. അപ്പോൾ ഇത് ഗുണമാണോ ദോഷമാണോ അതൊക്കെ നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. പക്ഷേ ഇതൊരു റിയാലിറ്റിയാണ്. ഒരുപാട് സാറ്റലൈറ്റുകൾ അവിടെ വരാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ദോഷമെന്ന് പറയുന്നത് ഈ ആസ്ട്രോണമി വളരെ ബുദ്ധിമുട്ടായി മാറും. നമുക്ക് നക്ഷത്രങ്ങളെയൊക്കെ നമ്മൾ നോക്കാനായിട്ട് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ നോക്കുന്ന സമയത്തായിരിക്കും മൊത്തം സാറ്റലൈറ്റുകളായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ മുമ്പേ തന്നെ അവരെ അറിയിക്കുകയും അവരുടെ സാറ്റലൈറ്റുകളുടെ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്സ് ഒക്കെ അടിക്കുകയും ചെയ്തിരുന്നു. എന്നാലും ഇത് മുമ്പിൽ ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ നോക്കുന്ന സമയത്ത്, ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നോക്കുന്ന സമയത്ത് ഈ സാറ്റലൈറ്റുകളെ മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയൊരു ഹിൻഡ്രൻസ് അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻ നമുക്ക് കാഴ്ചയ്ക്ക് സംഭവിക്കും. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനത്തിന് കൃത്യമായിട്ട് ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ബട്ട് സ്പീഡ് വൈസ് അവർ ഓഫർ ചെയ്യുന്നത് വളരെ നല്ല സ്പീഡ് തന്നെയാണ്. നമ്മളിപ്പോൾ ഇവിടെ വീട്ടിൽ നമ്മുടെ മോഡത്തിൽ നിന്ന് കിട്ടുന്ന സ്പീഡുമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള സ്പീഡൊക്കെ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഇന്ത്യയിൽ സ്റ്റാർലിങ്കിൻ്റെ പ്രോഗ്രസ്, അവരെത്രത്തോളം എത്തിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ 2021 എലോൺ മസ്ക് ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. സ്റ്റാർലിങ്ക് ഇന്ത്യയുമായിട്ട് ടൈപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് 4 വർഷം മുമ്പാണ് അവർ വരുന്നത്. അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സിറ്റി ഏരിയാസിലുള്ള സ്ഥലങ്ങളല്ല, റൂറൽ സൈഡ്, ഈ മുമ്പ് പറഞ്ഞതുപോലെ ഫോറസ്റ്റ് ഏരിയാസ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ്, ഹിമാലയാസ്, ഡെസേർട്ട്, ഏകദേശം 45% ജനവിഭാഗത്തിന് ഇപ്പോഴും ഇൻ്റർനെറ്റ് ലഭ്യമല്ല, ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് ലഭ്യമല്ല. ഇത് തന്നെയാണ് അവരുടെ മാർക്കറ്റ്, അല്ലെങ്കിൽ ഇത് തന്നെയാണ് അവരുടെ ടാർഗറ്റ്. അത്രയും വലിയ പോപ്പുലേഷൻ ഇപ്പോഴും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ സ്റ്റാർലിങ്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപയോഗിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ പ്രോജക്റ്റ് പ്രപ്പോസൽ എലോൺ മസ്ക് 4 വർഷം മുമ്പ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇതും പറഞ്ഞ് ഇത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേര് പ്രീ ഓർഡേഴ്സ് കൊടുത്തിരുന്നു. അതായത് ഓർഡർ അപ്പം തന്നെ കൊടുക്കുന്നു. ഒരു 5000-ഓളം ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് തന്നെ ഓർഡർ കൊടുത്തിരുന്നു. സ്റ്റാർലിങ്കിൻ്റെ ഡിഷും അതിൻ്റെ റൗട്ടറും എല്ലാം കിട്ടാൻ വേണ്ടി ഓർഡർ കൊടുത്തിരുന്നു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ അതൊന്നും നടന്നില്ല. അതെല്ലാം ക്യാൻസലായി പോവുകയായിരുന്നു ചെയ്ത്. അപ്പോൾ ഇതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഒറ്റയടിക്ക് സ്റ്റാർലിങ്കിനെ ആക്സെപ്റ്റ് ചെയ്യാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റെഗുലേഷൻസ് നമ്മൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പറയുന്ന എടാപിടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കംപ്ലീറ്റ് ഒരു പ്രൈവറ്റ് സെക്ടറിന് ഈ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉപയോഗിക്കാവുന്ന തരത്തിൽ കൊടുക്കാനായിട്ട് എളുപ്പമല്ല. കാരണം നമ്മൾ നിൽക്കുന്ന ഓരോ ലൈക്കും
ഇൻസ്റ്റാഗ്രാമിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഓരോ ഷെയറും പോകുന്ന എല്ലാ ഡാറ്റയും പിന്നെ USA സെർവറുകളിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇങ്ങനൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ഓരോ കോളും അല്ലെങ്കിൽ അയക്കുന്ന ഓരോ മെസ്സേജും US സെർവേഴ്സിൽ പോയി സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ടെററിസം പോലെയുള്ള ഏതെങ്കിലും ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരുടെയെങ്കിലും മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടും. കാരണം എല്ലാ ഡാറ്റയും എവിടെയാണ്? USA കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺട്രോൾ നമുക്ക് വേണം, ഇന്ത്യൻ ഗവൺമെൻറ്റിന് വേണം. ഇത് കൃത്യമായിട്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു കൺട്രോൾ വേണമെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ തന്നെ ഈ പറയുന്ന സെർവേഴ്സ് സ്ഥാപിക്കേണ്ടതായിരിക്കുന്നു. അപ്പോൾ ഇതിലാണ് ഒരു ഉടക്ക് വന്നത്, അല്ലെങ്കിൽ ആദ്യം സ്റ്റാർലിങ്ക് സമ്മതിക്കാതിരുന്നതിൻ്റെ റീസൺ. നമുക്ക് വേഴ്സ്റ്റ് കേസിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം. സ്റ്റാർലിങ്ക് വന്നിരുന്നുവെങ്കിൽ 4 വർഷം മുമ്പേ നമ്മൾ സാങ്ഷൻ കൊടുത്തിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നാച്ചുറൽ കലാമിറ്റീസ് അതിനുശേഷം വന്നിരുന്നു അല്ലേ? നമുക്കറിയാം, വെള്ളപ്പൊക്കം വന്നിരുന്നു, ലാൻഡ് സ്ലൈഡ്സ് വന്നിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടു. അർജുൻ്റെ ലോറി വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. വയനാട് ദുരന്തം നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഇന്ത്യ പാക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നു. ഇതിലെല്ലാം കൃത്യമായിട്ട് സ്റ്റാർലിങ്കിന് നമ്മളെ സഹായിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഒരു കോൺട്രഡിക്ഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല എക്സാമ്പിൾ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് യുക്രൈന് 45,000 സ്റ്റാർലിങ്കുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന ഡിഷുകൾ എലോൺ മസ്ക് കൊടുത്തു. അതുകൊണ്ട് മാത്രമാണ് യുക്രൈൻ ഒരുപാട് കാലം പിടിച്ചു നിന്നത്. ആ യുദ്ധം പിടിച്ചു നിൽക്കാൻ കാരണം പോലും സ്റ്റാർലിങ്ങിൻ്റെ ഹെൽപ്പാണ്. കാരണം യുക്രൈനിൽ നിന്ന് പറന്നുയരുന്ന ഡ്രോണുകളെ കൃത്യമായിട്ട് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്നത് സ്റ്റാർലിങ്ങിൻ്റെ ഇൻ്റർനെറ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന എല്ലാ സ്റ്റാർലിങ്ക് ഡിഷുകളും ഒരുപോലെയല്ല. യുദ്ധത്തിനൊക്കെ വേണ്ടി വരുന്ന ഡിഫൻസ് സിസ്റ്റത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഡിവൈസുകളുണ്ട്. സ്റ്റാർ ഷീൽഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർലിങ്കിൻ്റെ ഫെസിലിറ്റി അല്ല യുദ്ധത്തിൽ ഡിഫൻസ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്, രണ്ടും രണ്ടാണ്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, അവർ കൃത്യമായി ഒരു അപ്പർ ഹാൻഡ് യുക്രൈന് കിട്ടിയിരുന്നത് ഈ പറയുന്ന മെത്തേഡിൽ കൂടെ തന്നെയാണ്, സ്റ്റാർലിങ്കിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എലോൺ മസ്ക് ഒരു ദിവസം പറയുകയുണ്ടായി, ഞാനൊന്ന് സ്വിച്ച് ഓഫ് ചെയ്താൽ തീരുന്നതേ ഉള്ളൂ നിങ്ങളുടെ രാജ്യം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം എത്രമാത്രം അപ്പർ ഹാൻഡ് ഒരു പ്രൈവറ്റ് മോണോപോളിക്ക് കിട്ടി എന്നുള്ളത് മനസ്സിലാക്കണം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പുറകെയുണ്ട്. ഇപ്പോൾ ഇന്ത്യ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, സ്റ്റാർലിങ്ക് സ്വീകരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇഷ്യൂ മുമ്പിലുണ്ട്. നമ്മൾ ഡ്രോണുകളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ആ കംപ്ലീറ്റ് ഫെസിലിറ്റി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, വേണ്ട സ്പീഡൊന്ന് കുറച്ച് കഴിഞ്ഞാൽ, സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന ബാൻഡ് വിഡ്ത്ത് ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡ്രോണുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയും. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് എല്ലാം നമ്മൾ മുമ്പിൽ നിരത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് വരാൻ സാധ്യതയില്ലേ, എന്താണ് അതിന് സൊല്യൂഷൻസ്? അപ്പോൾ ഇതെല്ലാം ഡിസ്കഷനിൽ നടക്കുന്നുണ്ട്. ബട്ട് വാട്ട് എവർ, ഇത് പ്രോപ്പർലി നമ്മൾ യൂസ് ചെയ്യാൻ പ്രോപ്പർലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ ഒരു അപ്പർ ഹാൻഡ് നമുക്ക് പല സമയത്തും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. വീണ്ടും 2025 നമ്മൾ വീണ്ടും സ്റ്റാർലിങ്ക് വീണ്ടും എലോൺ മസ്ക് പ്രപ്പോസലുമായി ഇന്ത്യയിലോട്ട് വരുന്നു. ഇത്തവണ വളരെയധികം റെസിസ്റ്റ് ചെയ്ത് നിന്നിരുന്ന ജിയോയും എയർടെല്ലും കൈകോർത്തു, സ്റ്റാർലിങ്കുമായി കൈകോർക്കുക. അപ്പോൾ അതിൻ്റെ പുറകിലൊരു ഹിഡൻ അജണ്ട ഉണ്ടാവില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറേ പേരുണ്ട്. മനസ്സിലാക്കുക, ടെക്നോളജി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എത്ര കാലം റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തായാലും നമ്മൾ പുറകിലാണ്. എന്നാൽ പിന്നെ കുറച്ച് സ്റ്റാർലിങ്കിൽ നിന്ന് പഠിച്ചിട്ട് തന്നെ തുടങ്ങാമെന്നുള്ള രീതിയിലാണ് ജിയോയും എയർടെല്ലും തുടങ്ങുന്നത്. തീർച്ചയായിട്ടും അവർക്കും അവരുടേതായിട്ടുള്ള സാറ്റലൈറ്റ് കമ്പനീസുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള വേറെ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ആയിട്ട് ഭാവിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് കൃത്യമായിട്ട് ഇതെല്ലാം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുക എന്നുള്ളതൊക്കെ അവർക്ക് അറിയണം. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാർലിങ്കുമായിട്ട് അവർ ടൈപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ ജിയോയിലൂടെയും എയർടെല്ലിലൂടെയാണ് നിങ്ങൾക്ക് ഇനി വരും കാലങ്ങളിൽ ഇതിൻ്റെ സ്റ്റാർലിങ്ങിൻ്റെ ഡിഷ് ആൻറ്റിനെല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടുക. അതിൻ്റെ റൗട്ടറെല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് ഇവരിലൂടെ ആയിരിക്കും. ജിയോയുടെ ഔട്ട്ലെറ്റുകളും എയർടെലിൻ്റെ ഔട്ട്ലെറ്റുകളിലൂടെയും ആയിരിക്കും. കൃത്യമായിട്ട് അവിടുത്തെ ആൾക്കാർ വന്ന് നമുക്ക് അതിൻ്റെ സർവീസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് എല്ലാം ചെയ്തു തരുന്നതായിരിക്കും. പല ഫേസുകളായിട്ട് ഇത് ലോഞ്ച് ചെയ്യാനാണ് ഇപ്പോൾ നമ്മളുടെ പ്ലാൻ. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ റെഗുലേറ്ററി ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർലിങ്ങിന് ആദ്യമായിട്ട് GMPCS അല്ലെങ്കിൽ ISP ലൈസൻസ് ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷനിൽ നിന്നൊക്കെ വാങ്ങേണ്ടതായിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ട്രയൽ റെഗുലേഷൻസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാ ഡാറ്റയും USA പോയി സ്റ്റോർ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വലിയൊരു അപകടം മുമ്പിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മളിത് സ്വീകരിക്കുകയുള്ളൂ.
അതുപോലെ തന്നെ ലോക്കൽ സെർവേഴ്സ് എല്ലാം ഇന്ത്യയിൽ തന്നെ സ്ഥാപിക്കുന്ന രീതിയിലാണെങ്കിൽ മാത്രമാണ് മുമ്പോട്ട് പോവുക. സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ സർവൈലൻസിന് കൃത്യമായിട്ട് കൺട്രോൾ എല്ലാം നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് സാങ്ഷൻ കൊടുക്കുക. ഏകദേശം ഒരു രൂപരേഖയായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി വിത്തിൻ 1 or 2 year, ഒന്നല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ആസ്വദിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് ടെലികോം കമ്പനീസ് ഇതിലോട്ട് ഇടിച്ചു കയറി വരാണ്. കാരണം കൃത്യമായിട്ട് ഫ്യൂച്ചർ ഇതിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണെന്ന് പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എയർടെൽ ആണെങ്കിലും ജിയോ ആണെങ്കിലും ബാക്കിയുള്ള കമ്പനീസ് ആണെങ്കിലും തന്നെ എല്ലാവരും ഈ പറയുന്ന പോലെ സ്റ്റാർലിങ്ക് പോലെയുള്ള ഫെസിലിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്ന തരത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ഗവൺമെൻറ്റിൻ്റേതായ രീതിയിൽ തന്നെ സാറ്റലൈറ്റുകൾ അയക്കാനും ഇസ്രോ ആയിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായിട്ട് ഗവൺമെൻറ് നമ്മളുടെ ഇന്ത്യയുടെ തന്നെ കുറേ സാറ്റലൈറ്റുകൾ ഈ പറയുന്ന ലോ എർത്ത് ഓർബിറ്റിലുണ്ടെങ്കിൽ ഈ പറയുന്ന ഡാറ്റ സ്റ്റോറിങ് അല്ലെങ്കിൽ സർവൈലൻസിൻ്റെ ഇഷ്യൂസൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അപ്പോൾ ഭാരത് നെറ്റുമായിട്ടൊക്കെ കൃത്യമായിട്ട് ടൈപ്പ് ആകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്? ഭയങ്കര സിമ്പിൾ സെറ്റപ്പാണ് ഇതിന്. ഒരു ഡിഷ് ആൻറ്റിന നമ്മൾ കാണുന്ന പോലെ പരന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു പാരബോളിക് മിറർ പോലെയുള്ള പഴയകാല ടി വിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉയരത്തിൽ വെക്കുന്ന ഡിഷ് ആൻറ്റിനകളല്ല. ഇതൊരു പിസ്സ ബോക്സ് പോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സെറ്റപ്പാണ്. അതിലെല്ലാം ഉണ്ടാവും. അപ്പോൾ ഒരു ഡിഷ് ആൻറ്റിന ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു റൗട്ടർ ഉണ്ടാവും, ഒരു പവർ സപ്ലൈ ഉണ്ടാവും, അതായത് ഒരു അഡാപ്റ്റർ ഉണ്ടാവും. ഇത്ര മാത്രം നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നു. പ്രൊവൈഡഡ് ഗവൺമെൻറ് നിങ്ങൾക്ക് ആ സ്ഥലത്ത് സാങ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. അല്ലാതെ ഇതും പൊക്കി പിടിച്ചിട്ട് നമ്മൾ പോകുന്ന എല്ലാ രാജ്യങ്ങളിലും നിങ്ങളെ ഉയരത്തിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടില്ല. ആ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റും സ്റ്റാർലിങ്കുമായിട്ട് ടൈപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇൻ്റർനെറ്റ് കിട്ടും. പക്ഷെ പറഞ്ഞു വരുന്നത്, നമ്മളുടെ രാജ്യത്ത് ഈ പറയുന്ന സ്റ്റാർലിങ്ക് പിന്നീട് അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാജസ്ഥാനിലെ മരുഭൂമിയിൽ ഈ പറയുന്ന ഡിഷ് ടി വി മുകളിലോട്ട് വെച്ചാലും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ സിക്കിമിലെ ഈ പറയുന്ന താഴ്വാരകളിൽ പോയിട്ട് നിങ്ങൾ ഈ സാധനം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 Mbps സ്പീഡിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാമെന്നുള്ളത് ആണ്. എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഫോൺ കോളും വിളിക്കാം. നമ്മൾ നോർമലി വിളിക്കുന്ന ഫോൺ കോള് പോലെ നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് വിളിക്കാം. പക്ഷെ അതിനുള്ള ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണുകൾ അതിന് ഉതകുന്ന രീതിയിലോട്ട് മാറ്റണം. അപ്പോൾ അത്തരം മൊബൈൽ ഫോണുകളിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ആ റൗട്ടറിൽ നിന്ന് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് മൊബൈൽ ഫോണിൽ നമ്മുടെ ഇപ്പോൾ വീട്ടിൽ മോഡമായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ഇനി ഇത് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. അതുപോലെ തന്നെ ഒരു ബിൽഡിങ്ങിൽ തന്നെ നിങ്ങൾക്ക് 3-4 സ്ഥലങ്ങളിലോട്ട് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ റൗട്ടേഴ്സ് വെച്ച് നിങ്ങൾക്ക് ഒരു മെഷ് നെറ്റ്വർക്ക് സിസ്റ്റം പോലെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യാം. ഒരു കോംപ്ലിക്കേഷനും ഇതിലില്ല എന്നുള്ളതാണ്. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് എലോൺ മസ്ക് ഇതിനു വേണ്ടി പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇൻ്റർനെറ്റിന് പകരം ഇലക്ട്രിസിറ്റിയും ഇല്ലയെന്ന് വിചാരിക്കുക. ഇലക്ട്രിസിറ്റി ഇല്ല, അപ്പോൾ ഒരു സോളാർ പാനൽ കണക്ട് ചെയ്യാവുന്ന ഓപ്ഷനും അതിലവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ബ്ലാക്ക് ഔട്ട് സിറ്റുവേഷനിൽ പോലും ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഇപ്പോൾ വാർത്തകളിൽ കാണുന്നു, ജമ്മു അല്ലെങ്കിൽ പഞ്ചാബിലെല്ലാം ബ്ലാക്ക് ഔട്ട് നടക്കുന്നു. നിങ്ങൾക്ക് രാവിലെ സമയത്ത് കൃത്യമായിട്ട് സോളാർ പാനലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയും അതൊരു ബാറ്ററി സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്യുകയും രാത്രി നിങ്ങൾക്ക് ആ ബാറ്ററിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് 24 മണിക്കൂറും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സ്റ്റാർലിങ്ക് പോലെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിലുള്ള അഡ്വാൻറ്റേജ്. ഏത് യുദ്ധത്തിലാണെങ്കിലും നിങ്ങൾ പെട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് കൃത്യമായിട്ട് നിങ്ങൾ എവിടെയാണ് അതിൻ്റെ കോർഡിനേറ്റ്സ് സഹിതം നിങ്ങളുടെ കൂട്ടുകാരെ അറിയിക്കാനായിട്ട് സാധിക്കും. ഇതൊരു റെവല്യൂഷണറി ടെക്നോളജി തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇന്ന് നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റലൈറ്റുമായി ബന്ധിപ്പിക്കുന്ന ഫോണുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഫോണുകളിൽ SOS മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നിക്കുണ്ട്. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നിങ്ങൾക്ക് ഐഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സാറ്റലൈറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സേവ് അവർ സോൾസ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ബട്ട് വാട്ട് എവർ നിങ്ങളെ രക്ഷിക്കാനുള്ള ആ മെസ്സേജ് നിങ്ങൾക്ക് അയക്കാനുള്ള സംവിധാനം ഐഫോണുകളിൽ 14 മുതൽ iPhone 14 അല്ലെങ്കിൽ iPhone 15 മുതൽ മുകളിലോട്ട് ഉണ്ട്. ബട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് ഒന്നും ഇപ്പോഴും ഈ പറയുന്ന സാറ്റലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് സാറ്റലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ഫോണുകൾ വഴി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലല്ല. കാരണം അതിന് ഫോണും മാറണം, സിമ്മും മാറണം. ആ ടെക്നോളജിക്ക് അനുസരിച്ച് അത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ കൂടുതൽ സാറ്റലൈറ്റ് ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ പെർഫോമൻസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ എലോൺ മസ്കിൻ്റെ ഈ ഭീഷണി, യുക്രൈൻ്റെ മുകളിൽ വന്നുള്ള ഒരു ഭീഷണി, ഞാനൊരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി മുഴുവൻ തകരും, നിങ്ങളുടെ രാജ്യം തന്നെ തകരും എന്നുള്ള ഭീഷണി വന്നപ്പോൾ
യൂറോപ്പിൽ നിന്ന് വന്ന മറ്റൊരു കമ്പനിയാണ് യൂട്ടിൽസാറ്റ്. അവർ കൃത്യമായിട്ട് സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. 1977 സ്ഥാപിതമായ ഒരു ഏജൻസിയാണ്. അവർ പറഞ്ഞു, നിങ്ങളുടെ എലോൺ മസ്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻ്റർനെറ്റ് ഫെസിലിറ്റി തരുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു 630ഓളം സാറ്റലൈറ്റുകൾ ഓൾറെഡി ലോ എർത്ത് ഓർബിറ്റിലുണ്ട്. അവരും ഇതുപോലെ തന്നെ യൂറോപ്യൻ നേഷൻസിന് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പറഞ്ഞു വന്നത് പുറകെ ഒരുപാട് കമ്പനീസ് വരുന്നു. ആമസോൺ അടക്കം ഇതിൽ തലയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ കൃത്യമായിട്ട് ഈ പറയുന്ന ഫ്യൂച്ചറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ടെക്നോളജി വരാൻ പോകുന്നു. ചിലവ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണു തള്ളും. ഏകദേശം ഈ മൊത്തം സെറ്റപ്പ് നമുക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ പ്രസൻ്റ്ലി കണക്കുകൾ പ്രകാരം ഏകദേശം 30,000 രൂപയാണ് ചിലവ് വരുന്നത്. ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിൽ 7,500 രൂപയാണ് ഏകദേശ കണക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഇത്രയും രൂപയ്ക്കൊക്കെ ആരാണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെയല്ല. ഇതിപ്പോൾ ഒരു ബീറ്റ വേർഷനിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ മാത്രമാണ്. ഒരു മാസ് സ്കെയിലിൽ ഈ പറയുന്ന ഡിഷ് TV ഡിഷ് ആൻറ്റിനകളെല്ലാം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് ചേഞ്ച് ചെയ്യും. ഒരുപാട് പേര് ഇതിലോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കോസ്റ്റ് കുറയും. പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റിനേക്കാളും കൂടുതലായിരിക്കും. മേക്ക് സെൻസ്. കാരണം ഡയറക്റ്റ്ലി സാറ്റലൈറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ടെക്നോളജി വൈസ് വളരെ സ്ട്രോങ് ആണ്. അതിൻ്റെ ഷിപ്പിംഗ് ഡ്യൂട്ടീസും ഇമ്പോർട്ട് ഡ്യൂട്ടീസൊക്കെ വേറെ ചിലവുകൾ തന്നെയായിരിക്കും. ഇനി ഇത് നമുക്ക് സോളാർ പാനൽ ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാം എന്നതിന് പുറമെ ഈ പറയുന്ന ഈ ഡിഷ് ആൻറ്റിന മോട്ടറൈസ്ഡ് ആണ്. സാറ്റലൈറ്റ് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ മൂവ്മെൻറ്റ് ചേഞ്ച് ചെയ്യുകയും അടുത്ത സാറ്റലൈറ്റ് വരുമ്പോൾ അതിനനുസരിച്ച് വീണ്ടും ഇത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പോകുന്ന രീതിയിലാണ്. ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട, എല്ലാം ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ്. എല്ലാം അത് തന്നെ ചെയ്തോളും എന്ന് മനസ്സിലാക്കുക. ഒരു തുറന്ന അല്ലെങ്കിൽ ആകാശത്തും കൃത്യമായിട്ട് കാണാവുന്ന രീതിയിൽ നിങ്ങൾ ഈ സാധനം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കിട്ടും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ പ്രസൻ്റ്ലി നമുക്ക് ഈ റിമോട്ട് ഏരിയാസിലൊന്നും ഇതിനെ വെല്ലുന്ന കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കമ്പനി മുമ്പിലില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ ആദ്യം തന്നെ ഇത്രയും സാറ്റലൈറ്റുകൾ ഇറക്കിയത് കൊണ്ട് എങ്ങനെ പോയാലും എലോൺ മസ്കിന് ഒരു അപ്പർ ഹാൻഡ് തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ബട്ട് പിന്നീട് ബാക്കി കമ്പനീസ് വരുമ്പോൾ ഇതിലെന്തായാലും വ്യത്യാസമുണ്ടാകും എന്ന് മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ പറയുന്ന ഒരുപാട് അഡ്വാൻറ്റേജസിൽ 1-2 പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഈ പറയുന്ന ഡിജിറ്റൽ ഡിവൈഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. മുമ്പ് പറഞ്ഞതുപോലെ 45% ഇന്ത്യൻ പോപ്പുലേഷൻ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ വലിയൊരു ശതമാനം ആൾക്കാർക്ക് നെറ്റ് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എഡ്യൂക്കേഷൻ സെക്ടർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്നും ഈ പറയുന്ന കൊറോണ കാലഘട്ടത്തൊക്കെ ഈ എല്ലാം ഓൺലൈനിലോട്ട് സ്വിച്ച് ചെയ്തപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് കിട്ടാതെ പോയ അവസ്ഥ വന്നിരുന്നു. സ്റ്റാർലിങ്ക് വരികയാണെങ്കിൽ ഈ പറയുന്ന സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. സ്റ്റാർലിങ്കോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് വേറെ ഏത് കമ്പനി മുമ്പോട്ട് വന്നാലും നമുക്ക് അത് കുറയ്ക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടർ വലിയൊരു ബൂം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി ടെലിമെഡിസിൻ നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കും. മരുന്നുകളെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ട് ടെലിമെഡിസിൻ അത് നമുക്ക് ഇൻ്റർനെറ്റ് വഴി നമുക്ക് പോസിബിൾ ആക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡിഫൻസ് സിസ്റ്റം ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഡിഫൻസ് സിറ്റുവേഷനാണ്. ഇപ്പോൾ ഹിമാലയൻ റീജിയങ്ങളിലെല്ലാം ഈ പറയുന്ന പോലെ ഡ്രോണുകളെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മളൊരു ഡ്രോൺ അയച്ചു കഴിഞ്ഞാൽ ആ ഡ്രോണുമായിട്ട് നമ്മുടെ കണക്ഷൻ ഡിസ്കണക്റ്റ് ആയി കഴിഞ്ഞാൽ ആ ഡ്രോൺ പോയ പോലെ തിരിച്ചു വരും. അത് ആ സ്ഥലത്ത് പോയി ലാൻഡ് ചെയ്യല്ല ചെയ്യുന്നത്, കൃത്യമായിട്ട് തിരിച്ചു വരാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണോ, അതിൻ്റെ മിഷൻ എന്താണോ എന്നുള്ളത് അവിടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡ്രോണുകളെ കൺട്രോൾ ചെയ്ത് ഉദ്ദിഷ്ട സ്ഥലത്ത് നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അവിടെ ഒരു ബോംബിടുകയോ അല്ലെങ്കിൽ മിസൈൽ ഫയർ ചെയ്യുകയോ ആണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, യുദ്ധങ്ങളെല്ലാം നമുക്ക് മാറ്റിവെക്കാം, പക്ഷേ ഒരു ഡിസാസ്റ്റർ റെസ്പോൺസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, അല്ലേ? നമുക്കറിയാം ഈ വയനാടെല്ലാം എത്രയോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ പെഹൽഗാം അറ്റാക്ക് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര നേരം കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ ആർമി അവിടെ എത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ആ സമയത്ത് ഞൊടിയിടയിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്നാലോചിച്ച് നോക്കൂ. അതായത് ഞങ്ങൾ അപകടത്തിലാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു സന്ദേശം അവിടെ നിന്ന് അയക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ, നെറ്റില്ലാത്ത റേഞ്ചില്ലാത്ത ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് സന്ദേശം അയക്കാൻ സാധിച്ചിരുന്നെങ്കിൽ സ്ഥിതി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയേനെ എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി പോർട്ടബിൾ ആണ്. ഒരു ചെറിയൊരു പെട്ടിയാണ്, ഒരു ബോക്സാണ് ഇത്. നിങ്ങൾക്ക് കൊണ്ടു കിടക്കാം ഈ സാധനം.
എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ഇൻ്റർനെറ്റ് വേണ്ടത് അവിടെ തുറന്നു വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഇനി അഗ്രികൾച്ചറിലോട്ട് നമുക്ക് വരാണെങ്കിൽ, ഈ സ്റ്റാർലിങ്ക് പോലെയുള്ള സിസ്റ്റം കൊണ്ടുവരാണെങ്കിൽ എന്താണ് ഗുണം? നിരവധി സെൻസേഴ്സ് നമുക്ക് അഗ്രികൾച്ചർ അല്ലെങ്കിൽ പാഡി ഫീൽഡ്സിലെല്ലാം നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയും നിരവധി സെൻസേഴ്സ് ഉപയോഗിച്ച് വെള്ളം കൃത്യമായിട്ട് തളിക്കേണ്ട സമയം തൊട്ട് എല്ലാം നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇവിടെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇൻ്റർനെറ്റിന് വലിയ പ്രശ്നമില്ല, ബ്രോഡ്ബാൻഡ് നമുക്ക് കിട്ടുന്നതാണ്, ഒപ്റ്റിക് കേബിൾസ് വഴി, ഫൈബർ ഒപ്റ്റിക്സ് വഴി നമുക്ക് ഇവിടെ നെറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല നിങ്ങൾക്ക്. പക്ഷേ ഈ മലയോര പ്രദേശങ്ങളിൽ ഈ പറയുന്ന പോലെ ഈ റോബോട്ടിക്കായിട്ട് ഇനി നമ്മൾ ഭാവിയിലോട്ട് അഗ്രികൾച്ചർ സ്വിച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഓണാക്കാനും ഇന്ന സമയത്ത് ഓഫാക്കാനും മൊബൈലിലൂടെ നിങ്ങളൊരു സന്ദേശം അയച്ചു കഴിഞ്ഞാൽ സ്റ്റാർലിങ്ക് ഉണ്ടെങ്കിൽ സാധിക്കുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു ഫൈബർ ഒപ്റ്റിക് കേബിളിന് ഒരു കോംപ്ലിമെൻ്ററി സിസ്റ്റമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് കംപ്ലീറ്റ്ലി അതിനെ മാറ്റിയെടുക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഭാവി മൊത്തം സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനാണ് എന്ന് വിചാരിക്കരുത്. ഫൈബർ ഒപ്റ്റിക്സിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലൗഡി ഡേ, വളരെയധികം മേഘങ്ങൾ നിറഞ്ഞൊരു ദിവസമാണെങ്കിൽ ഈ പറയുന്ന സാറ്റലൈറ്റ് വഴി കിട്ടുന്ന ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിൽ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളുണ്ടാവും. ഒരു ശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഗുണങ്ങൾ നോക്കുമ്പോൾ ഈ ദോഷങ്ങളെക്കാൾ വളരെയധികം അപ്പർ ഹാൻഡ് ഈ ഗുണങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ മെത്തേഡ് ഭാവിയിൽ വന്നേ തീരും. നമ്മൾ ഡിസഡ്വാൻറ്റേജസ് ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ കോസ്റ്റ് തന്നെയാണ് ഏറ്റവും മുമ്പന്തിയിലായിട്ട് പറയാനുള്ളത്. കാരണം 30,000 രൂപ ആ സിസ്റ്റം മൊത്തം വാങ്ങാൻ 7,500 രൂപ മാസം, ചിലവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് തന്നെയാണ് ആദ്യത്തെ ഒരു പ്രശ്നം. മുമ്പ് പറഞ്ഞതുപോലെ മഴ, ഡൽഹി പോലെയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പൊല്യൂഷൻ, ലോകത്തിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റികളിലൊന്നാണ് ഡൽഹി. നിങ്ങളവിടെ ഫ്ലൈറ്റിൽ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക്, ഞാൻ റീസെൻ്റ്ലി ഡൽഹിയിൽ പോയപ്പോൾ അവിടെ ഫ്ലൈറ്റിൽ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോണിൽ സന്ദേശം വന്നു, അതായത് ഇത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലത്താണ് നിങ്ങളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പൊല്യൂട്ടൻസ് തിങ്ങി നിറയുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ സ്റ്റാർലിങ്ക് പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ നമ്മൾ പറയുന്നത് വീണ്ടും മനസ്സിലാക്കുക, നമുക്ക് റൂറൽ ഏരിയാസിലാണ് കൂടുതലും നമുക്ക് ഈ സ്റ്റാർലിങ്ക് പോലെയുള്ള സിസ്റ്റംസ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ പൊല്യൂഷൻ കുറവാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇത് ഓൾറെഡി ഉള്ള ഇന്ത്യൻ സാറ്റലൈറ്റുമായിട്ട് പല രീതിയിൽ ഒരു ഇൻ്റർഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് റെഗുലേറ്ററി അപ്രൂവൽസ് ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഇവർക്ക് അവരുടെ സാന്നിധ്യം ഇവിടെ അറിയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്പേസ് ഡെബ്രിയാണ്. അതായത് ഇത്രയും അധികം സാറ്റലൈറ്റുകൾ സ്പേസിൽ തിങ്ങി നിറയുമ്പോൾ ഒരു സാറ്റലൈറ്റ് വന്ന് ഏതെങ്കിലും രീതിയിൽ കൺട്രോൾ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് സാറ്റലൈറ്റുകൾ, നമ്മളെപ്പോഴും മനസ്സിലുള്ളൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഈ സാറ്റലൈറ്റുകൾ കൃത്യം അതിൻ്റെ ഒരു പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ സാറ്റലൈറ്റുകൾക്ക് സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മൾ ഈ കൺട്രോൾ പോകുന്ന അവസ്ഥയ്ക്ക് മുമ്പ് തന്നെ സാറ്റലൈറ്റുകൾ പസഫിക് ഓഷ്യനിലോട്ട് ലാൻഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇടിച്ചിറക്കുക എന്ന വാക്കാണ് ഏറ്റവും ഉചിതം. എന്നാൽ കൺട്രോൾ പോയിട്ടുള്ള ഒരുപാട് സാറ്റലൈറ്റുകൾ അവിടെയും ഉണ്ട്, സ്പേസിൽ ഓൾറെഡി ഉണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതെല്ലാം അവിടെ തന്നെ കിടക്കുന്നത്, ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കാം. ഈ കൺട്രോൾ പോയ സാറ്റലൈറ്റുകൾ ഓൾറെഡി കൺട്രോളിലുള്ള സാറ്റലൈറ്റുമായി കൂട്ടിയിടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആലോചിക്കുക. വി കോൾ ഇറ്റ് സ്പേസ് ഡെബ്രി. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 1,00,000-ൽ മുകളിൽ സ്പേസ് ഡെബ്രി ഓൾറെഡി അവിടെ ഈ പറയുന്ന ഓർബിറ്റിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ നട്ടും ബോൾട്ടും എല്ലാം ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അതിൻ്റെ വേഗത 27,000 കിലോമീറ്റർ മണിക്കൂറിൽ എന്നുള്ള വേഗതയിലാണ് പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഫ്ലൈറ്റ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷിക്കൂട്ടം വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ പറയും പക്ഷികളെല്ലാം ചത്തുപോകും. അതുമാത്രമല്ല, ഫ്ലൈറ്റിനും അപകടമാണ്. എന്താ കാരണം? കാരണം ഈ പക്ഷികൾക്ക് ഒരു പക്ഷിക്ക് 1 കിലോ മാസ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് വരുന്ന വേഗത നമുക്ക് വളരെ കുറഞ്ഞൊരു വേഗത തന്നെ ഇട്ടാലും മതി. 50 km/h പറന്ന് വരുന്ന ഒരു പക്ഷി. പക്ഷെ ഫ്ലൈറ്റ് വരുന്ന വേഗത അതാണോ? അല്ല. ഫ്ലൈറ്റ് വരുന്ന വേഗത ഒരു 800 km/h നമുക്ക് പിടിക്കാം. ഇത് ഇടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ 1 കിലോഗ്രാം ഭാരമുള്ള പക്ഷി 50 km/h വേഗതയിൽ വന്ന് ഫ്ലൈറ്റിൽ ഇടിക്കുമ്പോൾ നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വേഗത എന്ന് പറയുന്ന 50 അല്ല, ഈ പറയുന്ന 800. ഫ്ലൈറ്റിൻ്റെ സ്പീഡ് 800 km/h ആണെങ്കിൽ അത് പ്ലസ് 50, 850 km/h 1 കിലോഗ്രാം ഭാരമുള്ള പക്ഷി വന്ന് ഇടിച്ചു എന്നുള്ള കണക്കാണ്. റിലേറ്റീവ് വെലോസിറ്റി എന്നാണ് അതിനെ വിളിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഭാരത്തിലല്ല, അതിൻ്റെ മൊമെൻറ്റം, എത്രമാത്രം മൊമെൻറ്റത്തിലാണ് ഇത് വന്ന് ഇടിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അങ്ങ് സ്പേസിൽ ഈ പറയുന്ന പറന്ന് നടക്കുന്ന ഈ സ്പേസ് ഡെബ്രി, നട്ടും ബോൾട്ടും സാധനങ്ങളെല്ലാം ഈ പറയുന്ന ഓൾറെഡി കൺട്രോളിൽ നിൽക്കുന്ന സാറ്റലൈറ്റുകളിൽ ഈ പറയുന്ന വേഗതയിൽ, ഓൾറെഡി അതിന് നല്ല വേഗതയുണ്ട്, വന്നിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് മറ്റൊരു കാറ്റസ്ട്രോഫിക് കൊളീഷനായി മാറും.
ചുരുക്കത്തിൽ നമുക്ക് സ്പേസിലോട്ട് പോകാനേ ഓപ്ഷൻ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് മാറുമെന്നൊക്കെയാണ് പലരും പറയുന്നത്. അതിനു മുമ്പേ തന്നെ ഇത് ക്ലിയർ ചെയ്യണം, ഈ വേസ്റ്റൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യണം. ഇതിനു വേണ്ടി കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കുന്നു, അവിടേക്ക് പോകുന്നു, സാറ്റലൈറ്റിനെ അവിടെ വിക്ഷേപിക്കുന്നു, എന്നിട്ട് അത് എങ്ങാനും കൂട്ടിയിടിച്ച് കഴിഞ്ഞാൽ ആ വേസ്റ്റ് തൂത്തുവാരേണ്ട കടമ തീർച്ചയായിട്ടും നമ്മുടേതാണ്. പക്ഷേ അതും നമുക്ക് ചെയ്യാനായിട്ട് മറ്റൊരു കണ്ടുപിടുത്തം കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലാണ്. അപ്പോൾ സ്പേസ് ഡെബ്രി വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം 40,000 സാറ്റലൈറ്റുകൾ സ്പേസ് എക്സ് മാത്രം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കമ്പനീസും കൂടി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞുള്ള ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒന്ന് കൂട്ടിയിടിച്ച് കഴിഞ്ഞാൽ അതൊരു കൊളീഷൻ അല്ലെങ്കിൽ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം. മറ്റു ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് മോണോപ്പൊളി എലോൺ മസ്കിൻ്റെ കൊടുക്കുന്നതിന് തുല്യമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങേർക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങേരൊരു ദിവസം അങ്ങേരുടെ മൂഡ് ശരിയല്ല, എന്നാൽ പിന്നെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകളൊന്നും ഓഫ് ചെയ്ത് കളഞ്ഞേക്കാം എന്ന് ആൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇത്തരം ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജ് അഡാപ്റ്റേഷൻ. ഈ പറയുന്ന ഇന്ത്യയിൽ നമുക്കറിയാം പല സംസ്ഥാനങ്ങളിൽ പല ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അവരുടേതായ ഭാഷ, എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജിയോയും എയർടെലും വലിയൊരു റോള് പങ്കുവയ്ക്കുന്നത്. കാരണം അവരിലൂടെയാണ് നിങ്ങളിലോട്ട് ഇതെത്താൻ പോകുന്നത്. അപ്പോൾ അവർ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയും അവിടുത്തെ ലോക്കലായിട്ടുള്ള ഏജൻസികൾ വന്നിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് തരുന്ന രീതിയിലാണ്. എന്നാലും ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കുന്ന കസ്റ്റമർ കെയർ എന്ന് പറയുന്നത് USA പോകുമോ, അതല്ലെങ്കിൽ ജിയോൻ്റെ അല്ലെങ്കിൽ എയർടെലിൻ്റെ അടുത്തോട്ട് പോകുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇനി ഒരുപാട് പേര് ഇതിലോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു സിറ്റി സൈഡിൽ നിങ്ങൾ ഈ പറയുന്ന സാറ്റലൈറ്റ് സ്റ്റാർലിങ്കുമായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാറ്റലൈറ്റിൽ നിന്ന് തന്നെ ഒരുപാട് പേർക്ക് 10,000 പേർക്ക് ഇൻ്റർനെറ്റ് കൊടുക്കേണ്ടി വരുമ്പോൾ അവിടെ വരുന്ന ബാൻഡ് വിഡ്ത്ത് ഇഷ്യൂസ് എല്ലാം ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതെല്ലാമാണ് ഈ പറയുന്ന ബാക്കിയുള്ള സാറ്റലൈറ്റ് കമ്പനികൾ എന്ന് നമുക്കൊന്ന് ക്വിക്കായിട്ട് നമുക്ക് നോക്കാം. മുൻപന്തിയിൽ നിൽക്കുന്നതാണ് OneWeb. ഒരു പക്ഷേ ഭാവിയിൽ എയർടെൽ ഇപ്പോൾ സ്റ്റാർലിങ്കായിട്ട് ടൈപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഭാവിയിൽ OneWeb എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് മുമ്പോട്ട് പോകാനാണ് അവർ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി 600 സാറ്റലൈറ്റുകൾ ഓർബിറ്റിലുണ്ട്. യൂറോപ്യൻ നേഷൻസിന് കൃത്യമായിട്ട് അവർ ഇൻ്റർനെറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആമസോണിൻ്റെ പ്രോജക്റ്റ് കൈപ്പോ എന്ന് പറയുന്ന മറ്റൊരു കമ്പനി, ഇത് നോക്കിക്കഴിഞ്ഞാൽ അവർ 3200 സാറ്റലൈറ്റുകളാണ് അവർ ഓൾറെഡി അയക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്റ്റാർലിങ്ങിന് വലിയൊരു വെല്ലുവിളിക്കുള്ള സാധ്യത ഇവർ തന്നെ ഉയർത്തുന്നു എന്നുള്ളതാണ്. ഓൾറെഡി അവരുടേതായ സ്പേസ് ഏജൻസിയും കാര്യങ്ങളെല്ലാം ബ്ലൂ ഒറിജിൻ എല്ലാം ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സ്പേസ് ടൂർ എല്ലാം അവർ റീസെൻ്റ്ലി കണ്ടക്ട് ചെയ്തിരുന്നു. സ്ത്രീകൾ മാത്രമായിട്ട് പോയ ഒരു യാത്രയും നമ്മൾ ന്യൂസിലെല്ലാം കണ്ടിരുന്നു സ്പേസിലോട്ട്. അതുപോലെ മറ്റൊരു കമ്പനിയാണ് AST സ്പേസ് മൊബൈൽ. ഇതുപോലെ തന്നെ ഭാവിയിൽ ഈ പറയുന്ന 100-ൽ പരം സാറ്റലൈറ്റുകൾ അയക്കാൻ അവർ പ്ലാൻ ചെയ്യുന്നു. ഗ്ലോബ് സ്റ്റാർ ആണ് പ്രസൻ്റ്ലി ഐഫോണുമായിട്ട് ടൈപ്പ് ചെയ്ത് കിടക്കുന്ന ഒരു കമ്പനി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ SOS മെസ്സേജുകൾ നിങ്ങൾക്ക് അയക്കാമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞത് ഗ്ലോബ് സ്റ്റാറിൻ്റെ സാറ്റലൈറ്റുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് ഐഫോണാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾക്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്, പ്രൊവൈഡർ നിങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ മെസ്സേജസും വോയിസ് കോളുകളും അയക്കാമെന്നില്ല. അതിലൊരു SOS ഫെസിലിറ്റി ഉണ്ട്, അത് നിങ്ങൾക്ക് ടേൺ ഓൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് കുറ്റിക്കാടിലാണെങ്കിലും ആ സന്ദേശം നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറുകളിലോട്ട് ആ മെസ്സേജ് പോവുകയും നിങ്ങളുടെ കോർഡിനേറ്റ്സ് അതിലോട്ട് പോവുകയും ചെയ്യും എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഭാവിയിൽ ഇന്ത്യയിൽ തന്നെ സ്റ്റാർലിങ്കിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നോർത്ത് ഈസ്റ്റ് തന്നെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ആ അരുണാചൽ സൈഡ് അല്ലെങ്കിൽ ലഡാക്ക്, സിക്കിം സൈഡിലെല്ലാം മാക്സിമം ഇൻ്റർനെറ്റ് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാന ഉദ്ദേശം. എന്ന് മാത്രമല്ല ഇതിലോട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടി വരികയാണ്. നമ്മളിപ്പോൾ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയിട്ട് വാർത്തകളിൽ കാണാറുണ്ട് അല്ലേ, ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ ഈ കൃത്യമായിട്ട് ബാൻഡ് വിഡ്ത്ത് എല്ലാം അലോക്കേറ്റ് ചെയ്യാനായിട്ട് സ്വയമേ ചെയ്യുന്ന ഒരു രീതിയിലോട്ട് അത് മാറും. AI ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി, അതായത് ഇതൊരു ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റമാണ്. വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ USA ഹെഡ്ക്വാർട്ടേഴ്സുമായിട്ട് ഇതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. ബാക്കിയെല്ലാം ഈ സാറ്റലൈറ്റുകൾ തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു ലേസർ കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒപ്റ്റിക് ഫൈബറുകളിൽ പോലും വെളിച്ചത്തിൻ്റെ വേഗതയുടെ ഒരു 45% വേഗതയെ കിട്ടുന്നുള്ളൂ. കാരണം ഒപ്റ്റിക് ഫൈബർ എന്ന് പറയുന്നത് ഗ്ലാസ് ഫൈബറുകളാണ്. ഇതിലൂടെ വെളിച്ചത്തിൻ്റെ വേഗതയിൽ യാത്ര ചെയ്യാനായിട്ട് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡാറ്റയ്ക്ക് സാധിക്കില്ല. കാരണം ഗ്ലാസ്സിലൂടെ വെളിച്ചം കടന്നു പോകുമ്പോൾ വേഗത കുറയും. അതല്ല ഇവിടുത്തെ കേസ്. സാറ്റലൈറ്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ഡയറക്റ്റ്ലി ലൈറ്റാണ്, അവിടെ ഗ്ലാസ് വരുന്നില്ല, ഇൻ ബിറ്റ്വീൻ മീഡിയം ഗ്ലാസ് വരുന്നില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളൊരു വീഡിയോ കോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കോൺഫറൻസിങ്ങിൽ ഇരിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഒരു സുഹൃത്തുമായി വിളിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഒപ്റ്റിക് ഫൈബേഴ്സാണ്.
മനസ്സിലാക്കുക. ഈ പറയുന്ന സമുദ്രത്തിൻ്റെ അടിയിലൂടെ പോകുന്ന ഒപ്റ്റിക് ഫൈബറുകളിലൂടെയാണ് നിങ്ങളുടെ സന്ദേശം പോകുന്നതും, അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പറയുമ്പോൾ മെസ്സേജ് ഇങ്ങോട്ട് വരും. എല്ലാം വളരെ ക്വിക്കായിട്ട് നടക്കുന്നു എന്ന് പറയുമ്പോഴും മനസ്സിലാക്കുക അത് ഗ്ലാസ് ഫൈബറുകളിലൂടെയാണ് ഇത് പോകുന്നത്. പക്ഷേ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സാറ്റലൈറ്റുമായിട്ട് നിങ്ങളുടെ ഫോണിലൂടെ ഇൻ്റർനെറ്റ് വേണം എന്നുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ അതിനനുസരിച്ചുള്ള സിമ്മുകൾ കമ്പനീസ് ഇറക്കണം. ഫോണുകളും അതിനനുസരിച്ച് കമ്പനീസ് ഇറക്കിയാൽ മാത്രമേ നമുക്കിതെല്ലാം സാധ്യമായി കിട്ടുകയുള്ളൂ. ഇനി കൃത്യമായിട്ട് സെൻസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി കോസ്റ്റൽ ഏരിയാസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, IoT സെൻസേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന സുനാമി വരാനുള്ള സാധ്യതകൾ, ഫ്ലഡ് വരാനുള്ള സാധ്യതകളെല്ലാം മുൻകൂട്ടി അറിയുകയും സാറ്റലൈറ്റ് വഴി കമ്മ്യൂണിക്കേഷൻ പോവുകയും നിങ്ങളുടെ ഫോണിലോട്ട് സന്ദേശം മുമ്പേ തന്നെ വരുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ള അഡ്വാൻറ്റേജസ് എല്ലാം ഇവിടെയുണ്ട്. ഇനി യുദ്ധത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ യുക്രൈനിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തൊരു സിസ്റ്റമാണെന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് സോൾജേഴ്സിനെ ഈ പറയുന്ന സ്റ്റാർലിങ്ക് അവിടെ ഹെൽപ്പ് ചെയ്തു. ഒരുപാട് ഡ്രോൺസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യയുടെ S-400 പറ്റി നമ്മൾ വളരെയധികം ചർച്ച ചെയ്യുന്നു. ഈ ആൻറ്റി മിസൈൽ സിസ്റ്റം നമ്മൾ ന്യൂസുകളിലൊക്കെ കാണുന്നുണ്ടാവും, വാർത്തകളിലെല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവും. S-400 എന്ന് പറയുന്ന ആൻറ്റി മിസൈൽ സിസ്റ്റം റഷ്യയുടെ ഒരുപാട് S-400 ആൻറ്റി മിസൈൽ സിസ്റ്റത്തിനെ യുക്രൈനിൻ്റെ ഡ്രോണുകൾ തകർത്തതാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഇത് പോസിബിൾ ആകുന്നതെന്നുള്ളതാണ്. അതായത് ഇന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന S-400 തകർന്ന് തരിപ്പണമായതാണ് റഷ്യയുടെ ചരിത്രം. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഇവിടെ വർക്കായി അവിടെ വർക്കായില്ല, അതെങ്ങനെ സാധ്യമാകുന്നു? അപ്പം നമ്മുടെ ഇവിടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്ത ടെക്നിക്ക്. നമ്മൾ ചുമ്മാ S-400 കൊണ്ടുപോയി ഡിപ്ലോയ് ചെയ്യുകയല്ല ചെയ്യുന്നത്, നമ്മൾ കൃത്യമായിട്ട് അത് സാറ്റലൈറ്റുകളായിട്ട് കണക്ട് ചെയ്തു എന്നുള്ളതിലാണ് നമുക്ക് കിട്ടിയ ഗുണം. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഒരു മിസൈൽ അല്ലെങ്കിൽ ഒരു ആൻറ്റി മിസൈൽ സിസ്റ്റം അല്ലെങ്കിൽ അതിൽ നിന്ന് 4 മിസൈലുകൾ വരെ നിങ്ങൾക്ക് അതിൽ യൂസ് ചെയ്യാം. S-400 അതിൽ നിന്നൊരു മിസൈൽ പാകിസ്ഥാൻ്റെ ഡ്രോണിന് നേരെ നിങ്ങൾ ഉതിർക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി അവരുടെ ഡ്രോണുകൾക്ക് വേണ്ടി കാത്തിക്കാണോ ചെയ്യുന്നത്? അല്ല, ഈ സിസ്റ്റം കംപ്ലീറ്റ്ലി അവിടെ നിന്ന് മാറ്റണം. എങ്ങോട്ട് മാറ്റും എന്നുള്ള ചോദ്യങ്ങളെല്ലാം സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. മനസ്സിലാക്കാം. ഇത് റഷ്യക്ക് സാധ്യമായില്ല. ഈ ഒരു ഇൻ്റഗ്രേഷൻ അവർ ചെയ്തില്ല. കൃത്യമായിട്ട് സ്റ്റാർലിങ്ങിൻ്റെ ഹെൽപ്പോടുകൂടി യുക്രൈൻ അതിനെ തകർത്തു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു സാധാ ടെക്നോളജി ആയിട്ട് നിങ്ങൾ ഇതിനെ ട്രീറ്റ് ചെയ്യരുത്. ഇറ്റ്സ് എ സ്ട്രാറ്റജിക് ടൂൾ. മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം സമയങ്ങളിൽ നമുക്ക് ഈ പറയുന്നൊരു സിസ്റ്റം മുമ്പോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തെല്ലാമാണ് നമുക്ക് പ്രധാനമായിട്ട് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഒന്ന്, ഇറ്റ് ഈസ് എ ഗെയിം ചേഞ്ചർ ഓഫ് ഫ്യൂച്ചർ. ഞാൻ സ്റ്റാർലിംഗ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നില്ല, ബട്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ ഗെയിം ചേഞ്ചർ ഓഫ് ഫ്യൂച്ചർ എന്ന് മനസ്സിലാക്കുക. 2, കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് സമ്മതിക്കുകയാണെങ്കിൽ, റെഗുലേറ്ററി ഹേർഡിൽസ്, കുറച്ച് ബുദ്ധിമുട്ടുകൾ, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ അനുവാദം കൊടുക്കാതെ സ്റ്റാർലിങ്ക് ഇവിടെ വരില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ മുമ്പിലോട്ട് വരികയുള്ളൂ. അത് തീർച്ചയായിട്ടും ഏകദേശം ഓക്കെ ആയി എന്ന് തന്നെയാണ് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അഥവാ അല്ലാതെ ജിയോയും എയർടെലും കൈകൊടുക്കില്ല. ചിലവ് കുറയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് നമുക്ക് ഇത്രയും ചിലവിൽ നമുക്കത് താങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ചിലവ് ഗണ്യമായി കുറച്ചേ തീരുള്ളൂ. ഇനി വീണ്ടും ഓർക്കേണ്ടത് ഒരു കോംപ്ലിമെൻ്ററി സിസ്റ്റമാണ്, റീപ്ലേസ്മെൻ്റ് അല്ല. ഇപ്പോഴുള്ള ഫൈബർ ഒപ്റ്റിക് സിസ്റ്റം ഒന്നും മാറാൻ പോകുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇനി ഒരു ടെൻഷനിലോട്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ മനസ്സിലാക്കണം, AI വന്നപ്പോൾ ഒരുപാട് പേരുടെ ജോലി പോയി എന്ന് നമ്മൾ വാദിക്കാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, AI വന്നാൽ AI പഠിക്കണം എന്നുള്ളതാണ്. സ്റ്റാർലിങ്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാർലിങ്ങിൻ്റെ ടെക്നോളജി പഠിക്കേണ്ടി വരിക എന്നുള്ളതാണ്. അല്ലാതെ ഫൈബർ ഒപ്റ്റിക്സ് മാത്രമായിരിക്കും ഇനിയുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വരുന്ന ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ഒരിക്കലും മാറില്ല എന്നൊന്നും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. പുതിയ ടെക്നോളജി വരുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് മാറണം. അഡാപ്റ്റബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനമായിട്ട് ഇത് ഒരുപാട് ജോലി സാധ്യതകൾ മുമ്പോട്ട് തുറക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റാർലിങ്ക് വരാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ജിയോയും എയർടെലും ഒരുപാട് പേർക്ക് ജോലി സാധ്യതകൾ കൊടുക്കും. അല്ലാതെ നിവൃത്തിയിൽ ഇതെല്ലാം കൊണ്ടുപോയി സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരുപാട് ജോലി സാധ്യതകൾ തുറക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റാർലിങ്ങിനെ പറ്റിയിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യയെ അപേക്ഷിച്ച് അതൊരു മുതൽക്കൂട്ടാണ്, ഒരു സംശയവുമില്ല. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി ഇൻ ദ വാർ, നാച്ചുറൽ കലാമിറ്റീസ്, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ഉപയോഗം നമുക്ക് ആവശ്യമായി വരും. താങ്ക് യു.